ചക്കപ്പുഴുക്കും വാഴ കറിയും റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. പണ്ട് കാലത്ത് നമ്മുടെ പ്ലാവിൽ നമ്മൾ ചക്ക ഉണ്ടായി നമ്മൾ കൊണ്ടുവന്ന ഒരു സാധാരണക്കാരുടെ ഫുഡായിട്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ചക്ക വേവിച്ചത് ഇപ്പൊ നമ്മുടെ കേരളവും വിട്ട് ഇന്ത്യയും വിട്ട് നമ്മുടെ ലോകത്ത് മുഴുവൻ ചുറ്റിക്കറങ്ങിയാണ്. നമ്മുടെ മലയാളികൾ ഇതിനെ ഒരു ഔഷധമായി കണ്ടുകൊണ്ട് എല്ലാവരും അതുകൊണ്ടാണ് ഇത് ഫ്രോസൺ രൂപത്തിൽ ഡ്രൈ ആയിട്ടും പല പല ബേക്കറികളുടെ ഗ്ലാസുകൾക്കകത്ത് ഇത് ഇപ്പോൾ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്നത് ചക്കയുടെ ഔഷധമാണ് മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഏറ്റവും സ്വാദുള്ള ഈ ചക്ക വേവിച്ചതും മീൻകറിയും കഴിക്കാൻ പോവുകയാണ്. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങളൊക്കെ എന്താ പറയുന്നത് ചക്ക വേവിച്ചതിനെ പറ്റി? എല്ലാവരും കഴിച്ച് എല്ലാവർക്കും പടപെട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടോ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഞങ്ങള് അതിനൂടെ എന്തിന്റെ കൂടെയും നമുക്ക് കട്ടൻ കാപ്പി, പ്രത്യേകിച്ച് പാലക്കാർക്ക് കോട്ടയത്ത് കട്ടൻ കാപ്പി ഒരു പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെ എഴുന്നേറ്റ് വരുമ്പോഴുള്ള കട്ടൻ കാപ്പി പിന്നെ നമ്മള് കറി എടുക്കുന്നത് ഇഷ്ടം, ഇനി മുകളിൽ ഒഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അതിന് വിപരീതമാണ്. എനിക്ക് നമ്മൾ എടുക്കുന്ന പുഴുക്കിന്റെ മുകളിൽ നിറയെ ചാറൊഴിച്ച് അത് തോട്ടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, വാ പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് പപ്പ ചാച്ചൻ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ചാച്ചൻ ഉണ്ടാക്കി മീൻകറിയൊക്കെ ഞാൻ കുറെ കൂട്ടിയിട്ടുണ്ട് ചെറുപ്പത്തില്. മബാരി എരിവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് ചാർക്ക് ഇച്ചിരി വെച്ചിട്ട് തോണ്ടി എടുക്കത്തോളം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. വാവ്, ചാച്ചയുടെ മീൻകറി അത് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ. അത് ചാച്ചയുടെ വീട്ടുകാർക്ക് ഷാപ്പിൽ എരിവ് വേണം. അത് ചാച്ചയുടെ വീട്ടുകാർക്ക് മൊത്തം അറിയാം ചാച്ച വെക്കുന്ന മീൻകറി. ചാച്ച ഈസ് നോ മോർ, പക്ഷെ ചാച്ചയുടെ മീൻകറി ഞങ്ങൾ ഇന്ന് ആ ഓർമ്മകളിലേക്ക്. സൂപ്പർ.